PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റൻ്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് 9ാമത്തെ മൊഡ്യൂളിലെ നാഫെഡ്, ഇഫ്കോ ആൻഡ് ക്രിഫ്കോ 3 കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ടോപ്പിക്കുകളെല്ലാം ഏപ്രിൽ 23 നടക്കുന്ന എക്സാമിന് മാത്രമല്ല, കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം എഴുതുന്നവർക്കും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കും ഒക്കെ വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ആദ്യം നാഫെഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നാഫെഡ്. നാഫെഡ് മീൻസ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നാഫെഡിൻ്റെ ഫുൾ ഫോം നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1958 ഒക്ടോബർ 2 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. 2ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ്. ഗാന്ധി ജയന്തി ദിനത്തിൽ നിലവിൽ വന്നതാണ് 1958 ഒക്ടോബർ 2. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. നാഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. നാഫെഡ് എന്ന് വെച്ചാൽ നാഷണൽ ലെവലിലുള്ള മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നാഷണൽ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ എല്ലാ മാർക്കറ്റിംഗ് സൊസൈറ്റീസിൻ്റെയും നാഷണൽ ലെവലിലുള്ള അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നാഫെഡ്. നാഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരമാണ്. 1984 മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് നാഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീമിൻ്റെ നോഡൽ ഏജൻസിയാണ് നാഫെഡ്. നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം ഓഫ് ഗവൺമെൻറ്. നാഫെഡ് ഹാസ് എ ഫോറിൻ ടെർമിനൽ അറ്റ് ദുബായ്. നാഫെഡിന് ദുബായിൽ ഒരു ഫോറിൻ ടെർമിനൽ ഉണ്ട്. നാഫെഡിൻ്റെ ഫോറിൻ ടെർമിനൽ സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ്. നാഫെഡിൻ്റെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. നാഫെഡിൻ്റെ ബയോ ഫെർട്ടിലൈസർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ്. നാഫെഡിൻ്റെ കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉള്ളത് ന്യൂഡൽഹിയിലാണ്. നാഫെഡിൻ്റെ ഗ്രോസറി സ്റ്റോറാണ് നാഫെഡ് ബസാർ. നാഫെഡ് ഫോറിൻ ട്രേഡ് എൻ്റർ ചെയ്തത് 1962-63 കാലത്താണ്. 1962-63 കാലത്താണ് നാഫെഡ് ഫോറിൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. എംപവറിംഗ് ഫാമേഴ്സ് എന്ന് പറയുന്നത് നാഫെഡിൻ്റെ സ്ലോഗനാണ്. എംപവറിംഗ് ഫാമേഴ്സ് ഈസ് എ സ്ലോഗൻ ഓഫ് നാഫെഡ്. നാഫെഡിന് പ്രധാനമായിട്ടും സാമ്പത്തിക സഹായം നൽകുന്നത് NCDC ആണ്. ദ മേജർ സോഴ്സ് ഓഫ് ഫണ്ട് ഫ്രം NCDC. കോപ്പറേറ്റീവ് ടൂർ ഈസ് എ പബ്ലിക്കേഷൻ ഓഫ് നാഫെഡ്. നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ടൂർ. കോപ്പറേറ്റീവ് ടൂർ കൂടാതെ നാഫെഡ് ന്യൂസ്, അതും നാഫെഡിൻ്റെ പബ്ലിക്കേഷനാണ്. നാഫെഡിൻ്റെ പബ്ലിക്കേഷൻസ് കോപ്പറേറ്റീവ് ടൂർ ആൻഡ് നാഫെഡ് ന്യൂസ്. ഇത്രയും കാര്യങ്ങളാണ് നാഫെഡിനെ കുറിച്ച് പറയാനുള്ളത്. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നാഫെഡ് മീൻസ് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അടുത്തത് ഇഫ്കോ. ഇഫ്കോ മീൻസ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോയുടെ ഫുൾ ഫോമാണ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ഇഫ്കോ എന്ന് വെച്ചാൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂറിയ പ്രൊഡ്യൂസറാണ് ഇഫ്കോ. ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967 നവംബർ 3 ഇഫ്കോ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1967 നവംബർ 3. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഇഫ്കോ ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. യൂറിയ കൂടാതെ NBT അങ്ങനെ കുറേ പ്രോഡക്റ്റുകളുണ്ട്. മെയിൻ പ്രോഡക്ട്സ് യൂറിയ, NBT ഇതൊക്കെയാണ്. ഇഫ്കോ വാസ് രജിസ്റ്റേർഡ് അണ്ടർ ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984. ഇഫ്കോയും നാഫെഡും ഒക്കെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരമാണ്.
ഇഫ്കോ ഈസ് ഹോളി ഓൺഡ് ബൈ കോപ്പറേറ്റീവ്സ്. ഇഫ്കോ പൂർണ്ണമായും ഓൺ ചെയ്യുന്നത് കോപ്പറേറ്റീവ്സ് ആണ്. മാത്രമല്ല ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ്. ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് ഓൺ ചെയ്യുന്ന, അതായത് പൂർണ്ണമായും ഓൺ ചെയ്യുന്ന ഏറ്റവും വലിയ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇഫ്കോ എന്നത്. ഇഫ്കോയുടെ ജേണലാണ് ഇഫ്കോ ന്യൂസ്. ഇഫ്കോയുടെ ഫസ്റ്റ് ഫെർട്ടിലൈസർ പ്ലാന്റ് വന്നത് കലോലിലാണ്. ഇഫ്കോയുടെ രണ്ടാമത്തെ ഫാക്ടറിയാണ് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ പ്രൊഡക്ഷൻ യൂണിറ്റ് അറ്റ് കാൻല ഗുജറാത്തിലാണ്. അമോണിയ ആൻഡ് യൂറിയ പ്ലാന്റ് അറ്റ് ഫുൽപൂർ അറ്റ് ഉത്തർപ്രദേശിലെ ഫുൽപൂറിലുള്ള അമോണിയ ആൻഡ് യൂറിയ പ്ലാന്റ്, ഇത് ഇഫ്കോയുടെ മറ്റൊരു ഫാക്ടറിയാണ്. വേൾഡ് ലാർജസ്റ്റ് ഗ്രാസ് റൂട്ട് DAP പ്ലാന്റ് അറ്റ് പാരാദ്വീപ് ഒറീസയിലെ പാരാദ്വീപിൽ മറ്റൊരു ഫാക്ടറി കൂടിയുണ്ട്. അത് വേൾഡ് ലാർജസ്റ്റ് ഗ്രാസ് റൂട്ട് DAP പ്ലാന്റ് ആണ്. ലോകത്തിലെ ഫേമസ് ആയിട്ടുള്ള ഫെർട്ടിലൈസർ പ്ലാന്റാണ് സിന്ദ്രി. അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. 2017 ഇഫ്കോ ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്തത്. ഇഫ്കോ ഗോൾഡൻ ജൂബിലി സെലിബ്രേറ്റ് ചെയ്തത് 2017. ഇഫ്കോയുടെ പ്രധാനപ്പെട്ട 2 പ്രോജക്റ്റുകളാണ് കിസാൻ സേവാ ഫണ്ടും ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെൻറ്റും. ഇഫ്കോ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് എ ചാരിറ്റബിൾ ട്രസ്റ്റ് നോൺ ആസ് കിസാൻ സേവാ ഫണ്ട് ആൻഡ് ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെൻറ്റ് കോപ്പറേറ്റീവ്സ് ആർ പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. ഇഫ്കോയുടെ 2 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ കിസാൻ സേവാ ഫണ്ടും ഇന്ത്യൻ ഫാം ഫോറസ്ട്രി ഡെവലപ്മെൻറ്റും. സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു അവാർഡ് ഈസ് റിലേറ്റഡ് ടു ഇഫ്കോ. ഇഫ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2 അവാർഡുകളാണ് സഹകരണ രത്ന ആൻഡ് സഹകരണ ബന്ധു. ഇഫ്കോയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ട് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഉണ്ട്. ഇഫ്കോയുടെ ജോർദാനുമായിട്ടുള്ള ജോയിൻറ്റ് വെഞ്ചറിൻ്റെ പേരാണ് ജിഫ്കോ. ഒമാനുമായിട്ടുള്ളത് ഒമിഫ്കോ. കാനഡയുമായിട്ടുള്ളത് ഇഫ്കോ കാനഡ. ദുബായ് ആയിട്ടുള്ളത് കൈറ്റ് കിസാൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ്. അതുപോലെ സെനഗലും ആയിട്ട് ഇഫ്കോയ്ക്ക് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ട്. ഇഫ്കോയുടെ ജനറൽ ഇൻഷുറൻസ് സ്കീമാണ് ഇഫ്കോ ടോക്കിയോ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000 ഡിസംബർ 4 ഇഫ്കോയുടെ ജനറൽ ഇൻഷുറൻസ് സ്കീം ഇഫ്കോ ടോക്കിയോ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 2000, ഡേറ്റ് ഡിസംബർ 4. ഫാമേഴ്സ് സർവീസ് സെൻറ്റർ ഈസ് പ്രൊമോട്ടഡ് ബൈ ഇഫ്കോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമേഴ്സ് സർവീസ് സെൻറ്റർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇഫ്കോയാണ്. അതുപോലെ ക്രിഫ്കോ പ്രൊമോട്ട് ചെയ്തതും ഇഫ്കോയാണ്. ക്രിഫ്കോ നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ്. അത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് ഇഫ്കോയാണ്. ഇഫ്കോയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 30 അംഗങ്ങളുണ്ട്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഇഫ്കോ കൺസിസ്റ്റ് ഓഫ് 30 മെമ്പേഴ്സ്. ഇഫ്കോ അണ്ടർടേക്സ് വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ. വില്ലേജ് അഡോപ്ഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് SBI ആണ്. എന്നാൽ ഇഫ്കോയുടെ കീഴിലും വില്ലേജ് അഡോപ്ഷൻ സ്കീം ഉണ്ട്. 2018 കോപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ 7th എഡിഷൻ ഓഫ് റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ നമ്പർ 1 കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ഇഫ്കോ. The 7th edition of the report, titled World Cooperative Monitor 2018, has named IFCO as the number 1 cooperative organization in the world based on the ratio of turnover, gross domestic product per capital. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റേഷ്യോ ഓഫ് ടേൺ ഓവർ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP പെർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ 2018 കോപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ 7th എഡിഷൻ അനുസരിച്ച് ലോകത്തിലെ നമ്പർ 1 കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ് ഇഫ്കോ. ഇഫ്കോയുടെ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഇഫ്കോ ആഗ്രോ. ഇഫ്കോ ആഗ്രോ ഈസ് ദ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് സിസ്റ്റം. ഇഫ്കോ അതിൻ്റെ മെമ്പേഴ്സിന് കൊടുക്കുന്ന റിബേറ്റാണ് ക്വാണ്ടിറ്റി റിബേറ്റ്. ഇഫ്കോ പേയ്സ് ക്വാണ്ടിറ്റി റിബേറ്റ് ടു ഇറ്റ്സ് മെമ്പർ സൊസൈറ്റീസ്. ഇത്രയും കാര്യങ്ങളാണ് ഇഫ്കോയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇഫ്കോ മീൻസ് ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. നിലവിൽ വന്നത് 1967 നവംബർ 3 ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. അടുത്തത് ക്രിഫ്കോ, കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. ക്രിഫ്കോയുടെ ഫുൾ ഫോം കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കോപ്പറേറ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള വളനിർമ്മാണശാലയാണ് ക്രിഫ്കോ.
ക്രിഫ്കോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയാണ്. ബാക്കി രണ്ടും നമ്മൾ പഠിച്ചത് ന്യൂഡൽഹിയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ക്രിഫ്കോയുടെ ആസ്ഥാനം. ക്രിഫ്കോ ഇൻകോർപ്പറേറ്റ് ചെയ്ത വർഷം 1980 ഏപ്രിൽ 17. ക്രിഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1980 ഏപ്രിൽ 17. ക്രിഫ്കോയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1984 പ്രകാരമാണ്. ക്രിഫ്കോ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറർ അറ്റ് എ സിംഗിൾ ലൊക്കേഷൻ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറാണ് ഇഫ്കോ. സെക്കൻഡ് ലാർജസ്റ്റ് യൂറിയ മാനുഫാക്ചറർ എന്ന് പറയുന്നത് ക്രിഫ്കോയാണ്. ക്രിഫ്കോയുടെ അമോണിയ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഹസീറ എന്ന സ്ഥലത്താണ്. യൂറിയ ആൻഡ് അമോണിയ പ്ലാന്റ് ആണ്. ക്രിഫ്കോയുടെ യൂറിയ ആൻഡ് അമോണിയ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ഹസീറയിലാണ്. ക്രിഫ്കോയുടെ മറ്റ് 2 ബയോ ഫെർട്ടിലൈസർ പ്ലാന്റുകളാണ് മഹാരാഷ്ട്രയിലെ ലഞ്ചരത്നാഗിരിയും യു.പിയിലെ വാരണാസിയും. ക്രിഫ്കോ ഈസ് ഓൺഡ് ബൈ വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലെ പല ഭാഗത്തും ഉള്ള വേരിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ ചെയ്യുന്ന സ്ഥാപനമാണ് ക്രിഫ്കോ. ക്രിഫ്കോയുടെ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജുൻജുനുവിലാണ്. ക്രിഫ്കോയുടെ അമോണിയ പ്ലാന്റ് ഗുജറാത്തിലെ ഹസീറ. ക്രിഫ്കോയുടെ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ ജുൻജുനുവിലാണ്. ക്രിഫ്കോ ഓൺസ് എ ഗ്യാസ് ബേസ്ഡ് ഫെർട്ടിലൈസർ കോംപ്ലക്സ് അറ്റ് ഷാജഹാൻപൂർ, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ഒരു ഗ്യാസ് ബേസ്ഡ് ഫെർട്ടിലൈസർ കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഗ്രീൻഫീൽഡ് യൂറിയ പ്ലാന്റ് ആണ്. ഷാജഹാൻപൂർ പ്ലാന്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഗ്രീൻഫീൽഡ് യൂറിയ പ്ലാന്റ് ഇൻ ഇന്ത്യ. ഇത്രയും കാര്യങ്ങളാണ് ക്രിഫ്കോയെക്കുറിച്ച് പഠിക്കേണ്ടത്. ക്രിഫ്കോ മീൻസ് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ്. 1980 ഏപ്രിൽ 17 നിലവിൽ വന്നു. ആസ്ഥാനം ഉത്തർപ്രദേശിലെ നോയിഡ. 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. നാഫെഡ്, ഇഫ്കോ ആൻഡ് ക്രിഫ്കോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്